2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ലക്ഷദ്വീപിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൽ സലാം ചേരുന്നു. ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടെ അഗത്തു ദ്വീപിലെത്തിച്ചേരും. രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ആദ്യമായി എത്തുന്ന ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ദ്വീപുകളിലാകെ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത്. അഗത്തു ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ജെട്ടിയുടെ സമീപത്തുള്ള പഞ്ചായത്ത് സ്റ്റേജിലാണ് ഉപരാഷ്ട്രപതി ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. വേദിയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ, ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എന്നിവരും പങ്കെടുക്കും. ഏകദേശം 2000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിധത്തിലാണ് പഞ്ചായത്ത് സ്റ്റേജിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വേദിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹർ നൽ സെ ജൽ പദ്ധതികളുടെ ഭാഗമായി ചേത്ലാത്തു ദ്വീപിൽ പ്രവർത്തന സജ്ജമായ കടൽ ജലത്തിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ ശേഷിയുള്ള NIOTയുടെ LTTD പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നിർവഹിക്കും. ഇതോടൊപ്പം വികസിത് ഭാരത് വികസിത് ലക്ഷദ്വീപ് പദ്ധതികളുടെ ഭാഗമായി കൽപ്പേനി ദ്വീപിൽ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ നന്ദ്ഗർ അംഗൻവാടി സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ, സൈക്കിളുകൾ, KCC, PMJAY, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി എന്നിവ ഉൾപ്പെടുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വേദിയിൽ വിതരണം ചെയ്യും. 19-നാണ് ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിന്നും യാത്ര തിരിക്കുക.